നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് ആശുപത്രി വെച്ച് കണ്ടപ്പോ തന്നെ ഇവരാളത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായതാ. അല്ല, ശരിയല്ലാത്ത ആളുകളുമായിട്ടാണല്ലോ നിങ്ങൾക്ക് കൂട്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കുന്നില്ല. എങ്കിലും ആശുപത്രിയിലെ നഴ്സായ ഇവര് എന്ത് കാര്യത്തിനാ നിങ്ങളെ ഇപ്പൊ ഇവിടെ കാണാൻ വന്നതെന്ന് എനിക്കറിയണം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇവിടെ ആശുപത്രിയിലെ നേഴ്സ് ആയതുകൊണ്ട് ഞാനുമായിട്ടൊരു ബന്ധം പാടില്ലെന്നുണ്ടോ? എന്നെ കാണാൻ പലരും വരും. അത് ചിലപ്പോ ഡോക്ടറായിരിക്കും, ചിലപ്പോ വക്കീലായിരിക്കും, ചിലപ്പോ സയന്റിസ്റ്റും ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ നേഴ്സും ആയിരിക്കും. അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇവിടെ വരുന്നവർക്കും ഇല്ല. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കർച്ചന. നിത്യവാ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? അത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ടായിരുന്നു. എന്ത് അത്യാവശ്യമായാലും എന്നെ ഫോണിൽ വിളിച്ചാ പോരെ? നേരിട്ട് എഴുന്നള്ളണോ? ഞാൻ ഒന്ന് രണ്ട് വട്ടം വിളിച്ചപ്പോ മാഡം ഫോൺ എടുത്തിരുന്നില്ല. അതാ നേരിട്ട് വരാന്ന് കരുതിയത്. അങ്ങനെ നീ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കാൻ ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം? അതുപോട്ടെ, വന്ന കാര്യം പറഞ്ഞു തൊലയ്ക്ക്. എന്റെ അനിയത്തിയുടെ മോനൊരു സർജറി ഉണ്ട്. അത് ഞാൻ വന്ന് ചെയ്യണോ? ഇനി കുടുംബക്കാരും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കാര്യം പറഞ്ഞെത്തിയേ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അനിയത്തിയുടെ മോന് കണ്ണിനൊരു സർജറി ഉണ്ടായിരുന്നു. മറ്റന്നാളാ. അപ്പോ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട പണം തികഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്നതും പണയം വെച്ചതും കടം വാങ്ങിച്ചതൊക്കെ കുറച്ചായി. പക്ഷെ തികയുന്നില്ല. അപ്പോ എന്നെ ഓർമ്മ വന്നു, ഇവിടേക്ക് കയറി വന്നു അല്ലേ? അതെ. എനിക്കൊരു 50,000 രൂപ തന്ന് മാഡം സഹായിക്കണം. 50,000 രൂപയോ? നിനക്ക് വല്ല വട്ടുണ്ടോ നിത്യ? വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഇവിടെ വന്ന് ചോദിക്കുന്നത്. നിന്നെക്കാളും നിവൃത്തി കെട്ടാൻ ഞാൻ ജീവിക്കുന്നത്. വല്ല 5,000 10,000 ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരായിരുന്നു. 50,000 എന്നൊക്കെ പറഞ്ഞാ അതൊക്കെ ബുദ്ധിമുട്ടാ. ഇനി മറ്റാരോടും ചോദിക്കാനില്ല, സമയവുമില്ല. അതാ കടമായിട്ട് മതി, ഞാൻ തിരികെ തരാം. കടമായിട്ടായാലും സൗജന്യമായിട്ടായാലും പൈസക്ക് പൈസ തന്നെ വേണ്ടേ? അതില്ല എന്നാ ഞാൻ പറയുന്നത്. എനിക്കറിയാം മാഡത്തിന്റെ കയ്യിലുണ്ടെന്ന്. മനഃപൂർവ്വം തരാത്തതല്ലേ. ഞാൻ മാഡത്തിന് ചെയ്തെന്ന ഉപകാരമൊന്നും മറക്കരുത്. ഓ, അങ്ങനെയാണോ? ഉപകാരസ്മരണയൊക്കെ അന്നേ നമ്മൾ ക്ലോസ് ചെയ്തതാണല്ലോ. നീ ചെയ്തതിനൊക്കെ വീടായിട്ടും പണമായിട്ടും നീ അന്ന് വാങ്ങിച്ചെടുത്തില്ലേ? ഇനി നിന്റെ കുടുംബക്കാരും കൂടെ ഞാൻ നോക്കണോ? ഞാൻ പറഞ്ഞില്ലേ മാഡം, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നും ഇല്ലാന്ന്. നിത്യ പോവാൻ നോക്ക്. ഒന്ന് നിന്നേ. കുഞ്ഞിനെ മാറ്റിയ കാര്യം ഞാൻ എല്ലാവരോടും പറയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.